ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു എ കെ രവി ചാനലിലെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് വന്നിരിക്കുന്നത് കൂലി എന്ന സിനിമയുടെ എന്താ ആദ്യ ഷോക്ക് കാണാൻ പോവാണ്. 6 മണിക്കത്തെ ഷോക്ക് പത്മയിൽ. എങ്ങനെയോ പാടമായിട്ട് ഒപ്പിച്ചെന്നെടുത്തെന്ന് പറയാം. അപ്പോൾ രാവിലെ തന്നെ വീഡിയോ വരുന്നതായിരിക്കും. അതുവരെയും വെയിറ്റ്. അങ്ങനെ തിയേറ്ററിലെത്തി. എല്ലാവരും ഭയങ്കര തിരക്കിലാണല്ലോ. കൂലി ഡയറക്റ്റഡ് ബൈ ലോകേഷ് കനകരാജ്, സൺ പിക്ചേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇപ്പോൾ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് മുന്നത്തെ സിനിമകളില്ലേ, അതായത് ലോകേഷിൻ്റെ മുന്നത്തെ പടം അതായത് മാനാഗരം, കൈദി, മാസ്റ്റർ, വിക്രം, ലിയോ, അവസാനം പുള്ളിയുടെ ആറാമത്തെ ഒരു സിനിമയാണ് കൂലി. സിനിമ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയെന്ന് വെച്ചാൽ ഹൈപ്പിൻ്റെ അത്രയും എത്തിയിട്ടില്ല. മാത്രമല്ല ലോകേഷിൻ്റെ മുന്നത്തെ സിനിമയിൽ വെച്ച് നോക്കുമ്പോൾ ഇറ്റ് വാസ് വീക്കസ്റ്റ് മൂവി ഫ്രം ഹിസ് കരിയർ. എന്താ പറയുക, എനിക്ക് ലോകേഷിൻ്റെ മുന്നത്തെ സിനിമ വെച്ച് നോക്കുമ്പോൾ ഈ പടം താഴെ തട്ടിലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ പടത്തിന് എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്, നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ പോസിറ്റീവായിട്ട് പറയാം. ഈ സിനിമ എന്താ മേക്കിംഗ് ആസ് യൂഷ്വൽ ലോകേഷ് മുന്നത്തെ സിനിമയിൽ പതിവ് രീതിയിൽ നല്ല മികച്ചതായിട്ട് എടുത്തിട്ടുണ്ട്. ടെക്നിക് സൈഡും അതേപോലെ മ്യൂസിക്കും അനിരുദ്ധിൻ്റെ ബിജിഎമ്മും എല്ലാം അനിരുദ്ധ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു പീക്ക് ലെവൽ ബിജിഎം എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ ഇറ്റ്സ് ഗുഡ്, കൊള്ളാം. പിന്നെ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് തുടക്കം തൊട്ട് തലവയുടെ ടൈറ്റിൽ കാർഡ് കാണിക്കുന്ന മുതൽ ഇൻ്റർവെൽ വരെ വളരെ കിഡിലുമായിട്ട് കൊണ്ടുപോയി. പിന്നെ ഇതിൽ തലവയുടെ പെർഫോമൻസ് ആസ് യൂഷ്വൽ മികച്ചതായി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ സൗബിനിക്കയും പുള്ളി ഞെട്ടിച്ചു. ഓഡിയോ ലോഞ്ചിൽ പറഞ്ഞ പോലെ തന്നെ പുള്ളിയുടെ റോള് ശരിക്കും ഞെട്ടിച്ചു എന്ന് പറയാം. പിന്നെ നാഗാർജുനായിട്ട് പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിരുന്ന ബാക്കി താരങ്ങളുടെ അവരുടെ റോളും നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇത്രയും തരമാണ് എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയെന്ന് വെച്ചാൽ. ഇനി നെഗറ്റീവായിട്ട് തോന്നിയെന്ന് വെച്ചാൽ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ്, പിന്നെ ഫസ്റ്റ് ഹാഫ് കണ്ട ആ ഒരു എനർജി ഫീലില്ലേ, അത് സെക്കൻഡ് ഹാഫിൽ കിട്ടിയില്ല ഒട്ടും. സെക്കൻഡ് ഹാഫ് എനിക്ക് വളരെ ആവറേജ് ഫീലായിട്ട് എനിക്ക് തോന്നിയത്. സ്ക്രിപ്റ്റിന് വീക്ക്, നമ്മൾ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് വീക്കായിട്ട് ഫീൽ ചെയ്യുന്ന ശരിക്കും നമ്മൾ. പിന്നെ ഒരു സെക്കൻഡ് ഹാഫ് എനിക്ക് നല്ലൊരു ലാഗ് ഫീൽ ചെയ്തു പലയിടത്തും. നല്ലൊരു കുറച്ചുകൂടി സ്ട്രെച്ച് ചെയ്തു നീട്ടിയത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. കുറച്ചുകൂടി കുറേ കൂടി ബെറ്ററാക്കാമായിരുന്നു സെക്കൻഡ് ഹാഫ്. ആ ഫസ്റ്റ് ഹാഫ് കിട്ടിയ ഇമ്പാക്റ്റ് സെക്കൻഡ് ഹാഫിൽ എവിടെ നഷ്ടപ്പെട്ടു, അത്രയും പറയാനുള്ളൂ. പിന്നെ ഈ സിനിമയിൽ ഇത്രയാണ് എനിക്ക് ആ നെഗറ്റീവായിട്ട് തോന്നിയതെന്ന് വെച്ചാൽ. പിന്നെ വേറെ എന്താ പറയുക, ഈ സിനിമ സത്യം പറഞ്ഞാൽ ഈ റിലീസ് ചെയ്യുന്ന കുറച്ച് ദിവസം മുന്നേ എല്ലാവരും ഫേസ്ബുക്കിൽ കിടന്ന് ചുമ്മാ ഡീകോഡ് ചെയ്തിട്ട് അവിടെ ഇവിടെ നിന്ന് തപ്പിപ്പിടിച്ചിട്ട് വന്നേക്കായിരുന്നു ഒരു ഇത് LCO പടമാണ്, LCO നല്ല കണക്ഷൻ ഉണ്ടെന്ന്. പിന്നെ ഒരു തേങ്ങയല്ല, LCO ഒരു കണക്ഷനും ഇല്ല ഈ സിനിമ. അത് ഓൾറെഡി ലോകേഷ് കനകരാജ് ഇന്നലെ തന്നെ ഫേസ്ബുക്കിൽ തന്നെ ഓൾറെഡി തന്നെ എടുത്തിട്ടതാണ്. അത് തന്നെയാണ്, ദർ ഇസ് നോ കണക്ഷൻ വിത്ത് LCO. ദിസ് ഈസ് എ സ്റ്റാൻഡ് അലോൺ മൂവി. മാസ്റ്ററിനെ പോലെ മറ്റൊരു സ്റ്റാൻഡ് അലോൺ പടം. പിന്നെ ഇതിൽ നെഗറ്റീവായിട്ട് എനിക്ക് വേറൊരു കാര്യം എടുത്ത് പറയാൻ പറ്റുമായിരുന്നെന്ന് വെച്ചാൽ ഈ സിനിമയിൽ അമീർ ഖാൻ്റെ റോള്. അമീർ ഖാൻ്റെ എൻട്രി പക്കയായിരുന്നു, പക്ഷേ എന്താണെന്നറിയില്ല, ആ എൻട്രി കണ്ട ഒരു വൗ ഫാക്ടർ പിന്നെ പുള്ളിയുടെ റോളിൽ കിട്ടിയിട്ടില്ല. പിന്നെ ഈ സിനിമയുടെ ആകെ ഒരു പോരായ്മ എന്ന് വെച്ചാൽ ഈ സിനിമ കമ്പയർ ടു ഹിസ് പ്രീവിയസ് മൂവി വൗ ഫാക്ടേഴ്സൊക്കെ വളരെ കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഒട്ടും പവർ ഇല്ലാത്തൊരു രീതിയിലായിരുന്നു. ഇതിലെ മ്യൂസിക് പ്ലേസ്മെൻറ്റൊക്കെ എല്ലാം കറക്റ്റായിരുന്നു. ചിക്കിട്ട് എന്ന സോങ്ങിൻ്റെ പ്ലേസ്മെൻറ്റും അതുപോലെ മോണിക്ക എന്ന സോങ്ങിൻ്റെ പ്ലേസ്മെൻറ്റും അതുപോലെ അതിൽ സൗബിനിക്കയുടെ എനർജറ്റിക് ഡാൻസും പിന്നെ പവർ ഹൗസ് എന്ന പാട്ടിൻ്റെ പ്ലേസ്മെൻറ്റും അതൊക്കെ എല്ലാം പക്കയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ സിനിമ മൊത്തത്തിൽ അത്ര എൻജോയ് ചെയ്യാൻ എനിക്ക് അത്ര ഗംഭീരമായിട്ട് എനിക്ക് കഴിഞ്ഞില്ല.
എനിക്ക് ജസ്റ്റ് ഒരു ഓക്കേഷ് പടമായിട്ടാണ് തോന്നിയത്. ഒരു ഓക്കെ ഫീലാണ് എനിക്ക് തോന്നി സിനിമ കണ്ടപ്പോൾ. ഒരു പടം മൊത്തത്തിൽ എനിക്കൊരു എബോ ആവറേജ് പടമായിട്ട് തോന്നിയത്, ഒരു വൺ ടൈം വാച്ചബിൾ. പിന്നെ വേറൊരു കാര്യം ഇതിലൂടെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. എത്ര വലിയ ഗംഭീര സിനിമ എടുത്ത ഡയറക്ടറാണെങ്കിൽ ഒരു സിനിമയെ കൊണ്ട് എല്ലാം കൂടെ നിരാശപ്പെടുത്താം. അതിപ്പോൾ കുറേ പേരുടെ കാര്യത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കൊല്ലം തന്നെ എത്ര നല്ല ബ്രില്യൻ ഡയറക്ടേഴ്സിൻ്റെ സിനിമ ഇറങ്ങി. നമ്മളതിലൊക്കെ എന്തൊക്കെ ഹോപ്പ് വെച്ച്, എന്നിട്ടും അവസാനം അതുപോലും കിട്ടാതെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഇതൊരു എന്നെ മൊത്തത്തിൽ നിരാശപ്പെടുത്തിയിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല. ഇൻ്റർവെൽ വരെ പക്കയായിരുന്നു, പക്ഷെ പിന്നീട് അങ്ങനെ അത്ര രസമായിട്ട് പോയില്ല പടം. സെക്കൻഡ് ഹാഫ് എനിക്ക് ഭയങ്കര ലാഗ് ഫീൽ ചെയ്തു. ഒരു ഫസ്റ്റ് ഹാഫ് കിട്ടിയ വൗ ഫാക്ടേഴ്സൊക്കെ സെക്കൻഡ് ഹാഫിൽ എവിടെയോ നഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫിൽ അത്ര ഗംഭീരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല, അതാ ഒട്ടും. ഒരു മുന്നത്തെ സിനിമ വെച്ച് നോക്കുമ്പോൾ ലോകേഷ് ടച്ച് എനിക്ക് അത്ര ഫീൽ ചെയ്തില്ല ഈ പടത്തിൽ. പിന്നെ ഇമോഷണൽ സീൻസൊക്കെ കാണിക്കുന്നുണ്ട്, പക്ഷെ എനിക്കത് ഒട്ടും പേഴ്സണലി കണക്റ്റ് ആയിട്ടില്ല. അപ്പം അത്രേ ഉള്ളൂ. പക്ഷെ ഇത് തിയേറ്ററിൽ കാണാനുള്ള വകുപ്പുണ്ട്, തിയേറ്ററിൽ കാണാനുള്ള സെറ്റപ്പ് ഉണ്ട്, തിയേറ്ററിൽ കാണാൻ പറ്റിയ സംഭവം തന്നെ ഉണ്ട് ഈ സിനിമയിൽ. അപ്പം അത്രേ ഉള്ളൂ. ഇതെൻ്റെ ജെന്യുവനായ അഭിപ്രായമാണ്. നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ താഴെ നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ കൂലി എന്ന സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 5ൽ 3.5 അപ്പോൾ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് വരാം. അതുവരെയും